To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ്. അതിൽ തന്നെ ഫോട്ടോസിന്തസിസ് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ആദ്യത്തേത് പ്രകാശഘട്ടം അഥവാ ലൈറ്റ് റിയാക്ഷൻ, രണ്ടാമത്തേത് ഇരുണ്ട ഘട്ടം അഥവാ ഡാർക്ക് റിയാക്ഷൻ. അപ്പോൾ പ്രകാശഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇന്ന് നമുക്ക് ഇരുണ്ട ഘട്ടത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ കണ്ടത് ATPയും NADPയും പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ്. അതായത് സൺലൈറ്റ് എനർജിയെ ATPയും NADPയുടെ ഫോമിൽ കെമിക്കൽ എനർജി ആയിട്ട് പ്ലാന്റ് സ്റ്റോർ ചെയ്തു. ഇനി ഡാർക്ക് റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ATPയും NADPയും ഉപയോഗിച്ച് എന്ത് സംഭവിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്നത് ഈ അവസാനത്തെ സ്റ്റേജിലാണ്. ഇത് നടക്കുന്നത് സ്ട്രോമയിലാണ്. അതേസമയം ലൈറ്റ് റിയാക്ഷൻ നടന്നത് എവിടെയാണ്? തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്. കാരണം പിഗ്മെന്റ്സ് അവിടെയായിരുന്നു. ഇനി പിഗ്മെന്റ്സിന്റെ ആവശ്യമൊന്നുമില്ല. അവർ ലൈറ്റിനെ സ്വീകരിച്ച് അതിനെ എന്താക്കി മാറ്റിക്കഴിഞ്ഞു? ATPയും NADPH ആയിട്ട് മാറ്റിക്കഴിഞ്ഞു. ഇനിയുള്ള ഭാഗം നടക്കുന്നത്, അതായത് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലാണ്. അതെന്തുകൊണ്ടെന്നാൽ ഇതിന് വേണ്ടിയിട്ടുള്ള രാസാഗ്നികൾ, എൻസൈംസ് എല്ലാം സ്ട്രോമയിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ട്രോമയിലാണ് സംഭവിക്കുന്നത്. ഇനി ഈ ഒരു റിയാക്ഷന്റെ സമയത്ത് എന്താണ് ആദ്യമായിട്ടുണ്ടാകുന്നത്? ഒരു 3 കാർബൺ കമ്പൗണ്ട്. ഈ ഒരു റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നമുക്കത് ഓരോന്നായി മനസ്സിലാക്കാം. ഇതിനെ ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നു. കാരണം കാർബോഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്ന ഒരു ഫേസ് ഇതാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ബയോസിന്തറ്റിക് ഫേസ് എന്ന് അറിയുന്നത്. അല്ലെങ്കിൽ അതിനെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നു, ഇരുണ്ട ഘട്ടം. പക്ഷേ ഇത് ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പേരാണ്. ഇരുണ്ട ഘട്ടം എന്നതുകൊണ്ട് അത് ഇരുട്ടിൽ മാത്രമേ നടക്കൂ എന്നില്ല. ഇവിടെ ഇരുട്ടിലും വെളിച്ചത്തും നടക്കാം. അതായത് പ്രകാശത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അതേസമയം ലൈറ്റ് റിയാക്ഷൻ പ്രകാശത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നടക്കുകയുള്ളൂ. ഇവിടെ പ്രകാശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ റിയാക്ഷൻ നടക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലുണ്ടായ ATPയും NADPH ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ഈ ഭാഗം നടക്കാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ പേരാണ് കാൽവിൻ സൈക്കിൾ. മെൽവിൻ കാൽവിൻ എന്നൊരു സയൻറ്റിസ്റ്റ് ആണ് ഈ ഒരു പാത്വേ, ഇതൊരു സൈക്ലിക് റിയാക്ഷൻ ആണ്. ഇവിടെ കാർബണിൻ്റെ ഒരു യാത്ര, ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 1961 ഈ ഒരു കണ്ടുപിടുത്തത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതിനെ നമ്മൾ കാൽവിൻ സൈക്കിൾ എന്നും പറയാറുണ്ട്. ഇനി ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യമായി ഉണ്ടാകുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പൗണ്ട് എന്ന് പറയുന്നത് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്, 3PGA. ഇതൊരു 3 കാർബൺ കമ്പൗണ്ടാണ്, അതായത് 3 കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു കമ്പൗണ്ടാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേബിൾ കമ്പൗണ്ട് 3 കാർബണുള്ള ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ C3 സൈക്കിൾ എന്നും വിളിക്കുന്നു. ഇനി ഒരു പേരും കൂടി, ബ്ലാക്ക്മാൻസ് റിയാക്ഷൻ. ഇതിൽ നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷൻസ് എല്ലാം നമുക്ക് വിശദീകരിച്ച് തന്നത് ബ്ലാക്ക്മാൻ എന്നൊരു ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇതിനെ നമ്മൾ ബ്ലാക്ക്മാൻസ് റിയാക്ഷൻ എന്നും പറയുന്നു. അപ്പോൾ ഈ പലതരത്തിലുള്ള പേരുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഏത് ചോദിച്ചാലും ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ അഥവാ ഇരുണ്ട ഘട്ടമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ഇരുണ്ട ഘട്ടം അഥവാ ഡാർക്ക് റിയാക്ഷന് 3 സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കാർബോക്സിലേഷൻ, രണ്ടാമത്തേത് റിഡക്ഷൻ, മൂന്നാമത്തേത് റീജനറേഷൻ. എന്താണ് കാർബോക്സിലേഷൻ? ലൈറ്റ് റിയാക്ഷൻ നമ്മൾ കണ്ടു, ഫോസ്ഫറസ് ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറഞ്ഞു? ഫോസ്ഫോറിലേഷൻ. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്നതാണ് കാർബോക്സിലേഷൻ. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിന് ചുമ്മാ വന്നങ്ങ് ആഡ് ആവാൻ പറ്റുമോ? ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കാൻ തയ്യാറായ ആരെങ്കിലും വേണം അല്ലേ? അപ്പോൾ ആ പ്ലാന്റിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കാനുള്ള ഒരു കമ്പൗണ്ടാണ് RUBP. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് RUBPയുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റേജാണ് കാർബോക്സിലേഷൻ റിയാക്ഷൻ. ഇനി കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. എന്തുപയോഗിച്ചിട്ട്? നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ATPയും NADPH ഉപയോഗിച്ചിട്ട്. ആ എനർജി വെച്ചിട്ടാണ് നമ്മൾ ഈ റിഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പ്ലാന്റിലുള്ള ഈ RUBP എന്ന ഇതൊരു പ്രോട്ടീനാണ്. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് തീർന്നു പോകും അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ റീജനറേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ചക്രം കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? റീജനറേഷൻ ഓഫ് RUBP. ഇനി നമുക്ക് ഈ ഓരോ ഘട്ടങ്ങളും വ്യക്തമായി മനസ്സിലാക്കാം. ഇനി നമുക്ക് ഡാർക്ക് റിയാക്ഷൻ ഒന്ന് മനസ്സിലാക്കാം. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾ ഉണർന്നിരിക്കുക. ഇതിനെ കിടന്നാണ് കാണുന്നെങ്കിൽ എണീറ്റിരിക്കുക, മനസ്സിലാക്കണം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇവിടെ 3 സ്റ്റേജസ് ഉണ്ടെന്ന് കണ്ടു. കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. അപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന കമ്പൗണ്ടിന് എത്ര കാർബൺ ആണെന്ന് ഞാൻ പറഞ്ഞത്? 3 കാർബൺ അല്ലേ? അപ്പോൾ 1, 2, 3 ഒരു 3 കാർബൺ കമ്പൗണ്ടാണ് നമുക്ക് കിട്ടേണ്ടത്. 3 കാർബൺ കമ്പൗണ്ട് കിട്ടാൻ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിൽ 1 കാർബൺ ഉണ്ട്. അപ്പോൾ ഇത് അബ്സോർബ് ചെയ്യുന്ന മോളിക്യൂളിൽ എത്ര കാർബൺ ഉണ്ടെങ്കിലാണ് നമുക്ക് 3 കിട്ടുക? 2 അല്ലേ? കാരണം 2 കാർബൺ ഉള്ള ഒരു മോളിക്യൂള് 1 കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുമ്പോൾ 3 കാർബൺ ഉള്ള ഒരു പ്രോഡക്റ്റ് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ സയൻറ്റിസ്റ്റ് ആദ്യം മനസ്സിലാക്കിയിരുന്നത്. അവർ കുറേ നാൾ അവരുടെ എക്സ്പെരിമെൻറ്റ്സിന് ടൈം സ്പെൻഡ് ചെയ്ത് എന്തിനാണെന്നറിയോ? ഈ 2 കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ പ്ലാന്റിൽ കണ്ടുപിടിക്കാൻ. പക്ഷെ അവർക്ക് ആർക്കും അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് അവർക്ക് അവരുടെ തെറ്റു മനസ്സിലായത്. എന്താണ്? ഈ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഒരു 2 കാർബൺ മോളിക്യൂൾ അല്ല, അതൊരു 5 കാർബൺ മോളിക്യൂളാണ്. അപ്പോൾ 5 കാർബൺ മോളിക്യൂള്, ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ എന്ത് പറ്റും? 6 കാർബൺ ഉള്ള ഒരു മോളിക്യൂൾ കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് പക്ഷേ കിട്ടുന്നത് എത്രയാ? 3 കാർബണേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ 6 കാർബണുള്ള മോളിക്യൂള് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 3 കാർബൺ മോളിക്യൂളായിട്ട് മാറുന്നു. ഞാൻ ഈ പറയുന്ന കാർബൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബണും അല്ലെങ്കിൽ കാർബൺ കമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ഞാനിപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ അതൊരു 6 കാർബൺ കമ്പൗണ്ടാണ്. അതിൽ 6 കാർബൺ ആറ്റംസ് ഉണ്ട്. പക്ഷേ അത് ഞാൻ 1 മോളിക്യൂൾ ഗ്ലൂക്കോസ് എടുക്കാം, 2 മോളിക്യൂൾസ് എടുക്കാം, 3 മോളിക്യൂൾസ് എടുക്കാം. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ RuBPയിൽ 5 കാർബൺ ഉണ്ട്, 1 കാർബൺ ഡൈ ഓക്സൈഡ് വന്നു. അപ്പോൾ നമുക്ക് ഒരു 6 കാർബൺ ഉള്ള മോളിക്യൂളാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ മോളിക്യൂള് വളരെ അൺസ്റ്റേബിൾ ആണ്. അത് പെട്ടെന്ന് അങ്ങ് വിഘടിച്ചിട്ട്, അപ്പോൾ 6 കാർബൺ ഉള്ള ഒരു മോളിക്യൂൾ വിഘടിച്ചാൽ നമുക്ക് 3 കാർബൺ വീതമുള്ള 2 മോളിക്യൂൾസ് ലഭിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് റിയാക്ഷൻ ഇതാണ്. RuBP combines with carbon dioxide to form 6 കാർബൺ കമ്പൗണ്ട്. പക്ഷേ ഇവിടെ 1 കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ഒരു ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിൽ 6 മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്താൽ മാത്രമേ 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ 6 മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ സ്വീകരിക്കാൻ നമുക്ക് 6 മോളിക്യൂൾ ഓഫ് റിബുലോസ് ബൈഫോസ്ഫേറ്റും വേണം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു 6 കാർബൺ കമ്പൗണ്ട് ഉണ്ടാകുന്നു. അത് എത്ര മോളിക്യൂളുണ്ട്? നമുക്ക് 6 മോളിക്യൂളുണ്ട്. അപ്പോൾ ഇതിനെ കാറ്റലൈസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഒരു എൻസൈം വേണം അല്ലേ? ആ എൻസൈമിൻ്റെ പേരാണ് റുബിസ്കോ. റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. ഇതിന് കാർബോക്സിലേഷൻ റിയാക്ഷനും ഉണ്ട്, ഓക്സിജനേഷൻ റിയാക്ഷനും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ റുബിസ്കോ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രോട്ടീനാണ്, ഏറ്റവും അബൻഡൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനുമാണ്. ഇനി ഈ 6 കാർബൺ കമ്പൗണ്ട് ഉണ്ടായത് വളരെ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് പെട്ടെന്ന് വിഘടിച്ച് ഒരു 3 കാർബൺ കമ്പൗണ്ടായിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ പേരാണ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. ഇതാണ് ആദ്യമായി ഉണ്ടാകുന്ന സ്റ്റേബിൾ കമ്പൗണ്ട്, ഒരു 3 കാർബൺ കമ്പൗണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ ഇതിനെ നമ്മൾ C3 സൈക്കിൾ എന്നും പറയുന്നത്. അപ്പോൾ ഇവിടെ 3 PGA ആണ് ഉണ്ടായത്. ഈ 3 PGAയിൽ എത്ര മോളിക്യൂൾസ് ഓഫ് ഉണ്ടായി? 12 അല്ലേ? 6 കാർബണുള്ള 6 മോളിക്യൂള്, ഓരോന്നും 2ആയിട്ട് വിഘടിക്കുന്നു. അപ്പോൾ നമുക്ക് 12 മോളിക്യൂൾ കിട്ടും. ഓരോന്നിലും എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. അതിൽ 3ാമത്തെ പൊസിഷനിൽ ഒരു ഫോസ്ഫറസ് ഉള്ളത് കൊണ്ടാണ് 3 PGA എന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി 2ാമത്തെ സ്റ്റേജ് എന്താണ്? റിഡക്ഷൻ. റിഡക്ഷനിൽ സംഭവിക്കുന്നത് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്, നമുക്ക് ഈ കിട്ടിയ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് റെഡ്യൂസ് ചെയ്ത് ഫോസ്ഫോ ഗ്ലിസർ ആൾഡിഹൈഡായിട്ട് മാറുന്നു. അതായത് ആസിഡ് ആൾഡിഹൈഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതൊരു റിഡക്ഷൻ റിയാക്ഷനാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ATPയും NADPHും ഉപയോഗിക്കുന്നത്. ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ആ 3 PGA അല്ലേ, 3 PGA എന്ന് ഉദ്ദേശിക്കുന്നത് 3ാമത്തെ കാർബണിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പുണ്ട്, അതുകൊണ്ടാണ് അതിനെ 3 PGA എന്ന് വിളിക്കുന്നത്. അത് 12 ATP മോളിക്യൂൾസുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. സോ 12 മോളിക്യൂൾ ഓഫ് 3 PGA 12 മോളിക്യൂൾ ഓഫ് ATP ആയിട്ട് ചേർന്നിട്ട് നമുക്ക് 13 PGAയും 12 ADPയും കിട്ടുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു 2 ADP, ഒരു ADP മീൻസ് 2 ഫോസ്ഫേറ്റ്, 3ാമത്തെ ഒരു ഫോസ്ഫേറ്റ് വരുമ്പോൾ ഇത് ATP ആയി. ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. ഈ ATPയിൽ നിന്ന് ഞാൻ ഒരു ഫോസ്ഫേറ്റിനെ മാറ്റി, അപ്പോൾ എന്ത് കിട്ടി? ADP കിട്ടി. അതിവിടെയുണ്ട്. ഈ വന്ന ഫോസ്ഫേറ്റ് എവിടെ ചേർന്നു? PGAയിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ PGAയിൽ ഓൾറെഡി 3rd കാർബണിൽ ഒരു ഫോസ്ഫറസ് അറ്റാച്ച് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ 1st കാർബണിലും കൂടി ഒരു ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തു. ഇവിടെ കാണിക്കുന്ന പൊസിഷനാണ്. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ പഠിക്കും. പൊസിഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഏത് കാർബണിലാണ്. അപ്പോൾ 1st കാർബണിലും 3rd കാർബണിലും എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ഇതിനെ 1,3, നമുക്ക് ബൈ PGA ഓർ ഡൈ PGA എന്നും പറയാം. പക്ഷേ ഇവിടെ 1,3 PGA എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിച്ചത്?
PGA മോളിക്യൂള് ATP ആയിട്ട് ചേർന്നിട്ട് 1,3 PGAയും ADPയും ഉണ്ടാകുന്നു. കാരണം ATP വിഘടിച്ച് കഴിഞ്ഞു. ഇനി ഈ 1,3 PGAക്ക് PGAL ആയിട്ട് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇനിയും എനർജി റിച്ച് കമ്പൗണ്ട് വേണം. അപ്പോൾ ATP കഴിഞ്ഞു, നമ്മളിപ്പോൾ NADPH ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 12 1,3 PGA മോളിക്യൂൾ 12 NADPHുമായിട്ട് ചേർന്നിട്ട് എന്തായിട്ട് മാറും? 12 മോളിക്യൂൾസ് ഓഫ് ഫോസ്ഫോഗ്ലിസർ ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. പ്ലസ് NADPH എന്തായിട്ട് മാറി? NADP ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ NADPH യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെയാണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഫൈനലി ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് ആയിട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇതിന് ഈ ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡിന് മറ്റൊരു പേരാണ് ട്രയോസ് ഫോസ്ഫേറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പേരാണ് നമ്മുടെ NCERT കൊടുത്തിരിക്കുന്നത്. PGALന് പകരം അവർ ട്രയോസ് ഫോസ്ഫേറ്റ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? ട്രയോസ് ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായ റിഡക്ഷൻ കഴിഞ്ഞു, ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് കിട്ടി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് ഉണ്ട്? 12 ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് ഉണ്ട്. 12 ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡിൽ 12ഉം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് RUBP തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് PGA ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ RUBPയെ നമ്മൾ റീജനറേറ്റ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് തന്നെ നിന്നു പോകും. അപ്പോൾ നമുക്കുള്ള 12 PGAയിൽ 10 PGAലും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ RUBPയെ തിരിച്ചുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് 6 ATP മോളിക്യൂളും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ 10 PGAൽ 12 ടോട്ടലിൽ നിന്ന് 10 എണ്ണം ATP ആയിട്ട് ചേർന്നിട്ട് 5 റിബുലോസ് ബൈഫോസ്ഫേറ്റ്, അതായത് ആദ്യത്തെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആയിട്ട് മാറുന്നു. അതൊരു 5 കാർബൺ കമ്പൗണ്ട് ആണ്. പ്ലസ് ഈ ATP എന്തായിട്ട് മാറി? ADP ആയിട്ട് മാറി. കാരണം ഈ ഫോസ്ഫേറ്റ് ആണ് ഇങ്ങോട്ട് കൊടുത്തത്. ഇനി ബാക്കി എത്രയുണ്ട്? 2. അപ്പോൾ RUBP ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് റീജനറേഷൻ ഓഫ് RUBP. അപ്പോൾ തിരിച്ച് ഈ RUBPക്ക് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് എത്ര ബാക്കിയുണ്ട്? 2 PGAലേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. ഈ 2 PGAൽ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 6 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ അബ്സോർബ് ചെയ്താൽ എത്ര നെറ്റ് ഔട്ട്പുട്ട് ഓഫ് PGAലാണ് അവൈലബിൾ? 2. കാരണം 10 എണ്ണം നമ്മൾ RUBP ഉണ്ടാക്കാൻ തന്നെ ഉപയോഗിക്കും. ഉള്ളി 2 എണ്ണമാണ് നമുക്ക് ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ലഭിക്കുന്നത്. അപ്പോൾ ആ 2 PGAൽ എന്തായിട്ട് മാറും? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ കമ്പൗണ്ട് ആണ്. അതിൽ 6ാമത്തെ കാർബണിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇനി അതെന്തായിട്ട് മാറി? തിരിച്ച് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് എന്നുള്ള ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അതാണ് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ ഈ PGAൽ RUBP ആകുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ല കേട്ടോ. അതിൽ കുറേ ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. എറിത്രോസ് മോണോഫോസ്ഫേറ്റ് EMP, സൈലുലോസ് മോണോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ XMP, എസിഡോഹെറ്റുലോസ് മോണോഫോസ്ഫേറ്റ് SHMP ആൻഡ് റിബുലോസ് മോണോഫോസ്ഫേറ്റ്. എന്നിട്ട് ആ റിബുലോസ് മോണോഫോസ്ഫേറ്റ് ആണ് അടുത്ത റിബുലോസ് ബൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നുമില്ല, കാർബോക്സിലേഷനിൽ RUBP കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്നിട്ട് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അത് അൺസ്റ്റേബിൾ ആയിട്ട് പെട്ടെന്ന് വിഘടിച്ച് ഒരു 3 കാർബൺ ആയ PGA ഉണ്ടാകുന്നു. ഇനി ഈ PGA ATP ഉപയോഗിച്ചിട്ട് ATPയും NADPH ഉപയോഗിച്ചിട്ട് PGAL ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഈ ഉണ്ടാകുന്ന PGAL 10 എണ്ണം നമ്മൾ ATP ഉപയോഗിച്ചിട്ട് RUBP ആയിട്ട് തിരിച്ച് റീജനറേറ്റ് ചെയ്യുന്നു. ബാക്കി 2 എണ്ണം ഫ്രക്ടോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ഇതുവരെ നമ്മൾ പഠിച്ച ഈ എല്ലാ സ്റ്റെപ്പും കൂടി ഒന്നിച്ച് ഒരു ഇക്വേഷന് ഫോമിൽ എഴുതിയാൽ ഇതാണ് ആ ഓവറോൾ ഇക്വേഷൻ. അതായത് 6 മോളിക്യൂൾസ് ഓഫ് RUBP 6 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഒപ്പം 18 ATP മോളിക്യൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം 12ഉം പിന്നെ റീജനറേഷന് വേണ്ടി 6ഉം. പിന്നെ 12 NADPH 13 PGA PGAL ആവാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ RUBP തിരിച്ച് റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. 6 RUBP, പിന്നെ ഒരു മോളിക്യൂൾ ഓഫ് ഫ്രക്ടോസ് ഒരു ഗ്ലൂക്കോസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ATP എന്തായിട്ട് മാറി? 18 ATP സ്പ്ലിറ്റ് ആയിട്ട് 18 ADPയും 18 ഫോസ്ഫറസും കിട്ടി. PI സ്റ്റാൻഡ്സ് ഫോർ ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. പിന്നെ NADPH 12 ഉണ്ടായിരുന്നു, അത് 12 NADP ആയിട്ട് മാറി. ഇനി മറ്റൊരു വസ്തുത എന്തെന്നാൽ ഡാർക്ക് റിയാക്ഷൻ നടക്കാൻ ലൈറ്റ് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. പക്ഷേ അത് ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. എങ്കിലും പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് കണ്ടിന്യൂസ് ലൈറ്റിലുള്ളതിനേക്കാളും ഫ്ലാഷ് ലൈറ്റിലാണെങ്കിൽ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ്, അതായത് ഡാർക്ക് റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നതായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് നിശ്ചയിക്കുന്ന ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്, ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ അഥവാ ഇരുണ്ട ഘട്ടമാണ്. പ്രകാശഘട്ടം എപ്പോഴും ഒരേ റേറ്റിലങ്ങ് നടന്നു പോകാൻ അതിന് പ്രകാശം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഡാർക്ക് റിയാക്ഷനാണ് ഈ സ്റ്റെപ്പിനെ അല്ലെങ്കിൽ റേറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്നത്.
ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ.